ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ പറയാൻ പോണത് കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് മറ്റേ പോയിന്റ് എസ്റ്റിമേഷൻ ആയിരുന്നു. പിന്നെ ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. അത്രയാണ് കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത വരുന്ന ഈ ചാപ്റ്ററിൽ തന്നെ അടുത്ത ടോപ്പിക്കാണ് കംപ്ലീറ്റ്നെസ്. അപ്പൊ ഡെഫിനേഷൻ നോക്കാം. Let x1, x2, etc. xn denote a random sample from a population with density function f of x theta. x1, x2, etc. xn എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന റാൻഡം സാമ്പിൾ ആണ്. ഇനി ആ പോപ്പുലേഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x theta ആണ്. ഇനി let t equal to t of x1, x2, etc. xn be a statistic. Then t is said to be complete for theta if and only if the only unbiased estimator of theta, that is a function of t, is the statistic that is identically 0 with probability 1. ഇനി ഈ t എന്ന് പറയുന്നത് t equal to t of x1, x2, etc. x എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. അത് കംപ്ലീറ്റ് ഫോർ തീറ്റ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, അതായത് ഫംഗ്ഷൻ ഓഫ് t എന്ന് പറയുന്നത് is the statistic that is identically 0 with probability 1. അത് ഐഡന്റിക്കലി 0 ആയിരിക്കണം with probability 1. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഇതിനെ കംപ്ലീറ്റ് എന്ന് പറയാം. ഓക്കെ, ഡെഫിനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടി കംപ്ലീറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ഐഡന്റിക്കലി 0 ആണ് with probability 1. ഇനി കംപ്ലീറ്റ് ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ്. Consider the statistic t equal to t of x. The family of distribution g of t theta, theta belongs to theta tilde, is complete for theta if ഇത് ടിയുടെ ഒരു ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് g of t theta എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഫോർ ഓൾ തീറ്റ ഇംപ്ലൈസ് എക്സ്പെക്ടഡ് വാല്യൂ 0 ആണ്, അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇനി അത് കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ആണ് പറയാ. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഇതായിരിക്കും, അത് 0 ആണ്. ഇനി ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ആണ് കാണുക, അത് 0 ആണ്. ഓക്കെ, അത് എക്സ്പെക്ടേഷന് ഇത് എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇതാണ് ഫാമിലിയുടെ കേസ് പറയുമ്പോൾ. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. അതെനിക്കൊരു ഡൗട്ട് വന്നു, അപ്പൊ അത് ഞാൻ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, അടുത്ത അതിന്റെ ഡെഫിനേഷൻ ആണ്. ലെറ്റ് x1, x2, etc. xn be random sample from population with probability density function f of x theta. x1, x2, etc. x എന്ന് പറയുന്നത് റാൻഡം സാമ്പിൾ ആണ്, ഒരു പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്നത്. അവിടുത്തെ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x theta ആണ്. ഇനി ലെറ്റ് തീറ്റ ക്യാപ് എന്ന് പറയുന്നത് ടി ഓഫ് x1, x2, etc. xn, അതൊരു എസ്റ്റിമേറ്റർ ആണ്. ടി ഓഫ് x1, x2, xn എന്ന് പറയുന്നതിന് നമ്മൾ തീറ്റ ക്യാപ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ആ എസ്റ്റിമേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഓഫ് തീറ്റ ക്യാപ് ഈക്വൽ ടു തീറ്റ, അതായത് അത് അൺബയാസ്ഡ് ആണ്. തീറ്റയുടെ ഇതാണല്ലോ, എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് തീറ്റ തന്നെയാണ്. ഇനി വേരിയൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദി വേരിയൻസ് ഓഫ് എനി അതർ എസ്റ്റിമേറ്റർ സാറ്റിസ്ഫൈങ് 1. അതായത് വേരിയൻസ് ഓഫ് തീറ്റ ക്യാപ് ഈസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എനി അതർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അതായത് ഇപ്പോ തീറ്റ ക്യാപ് എന്ന് പറയുന്നത് ടി ഓഫ് x1, x2, etc. xn ആണല്ലോ, അത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണ്. ഇനി തീറ്റയുടെ വേറെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് എല്ലാം നമ്മൾ എടുക്കുകയാണ്, എന്നിട്ട് അതിന്റെ എല്ലാം വേരിയൻസ് കാണുകയാണ്. അപ്പോ വേരിയൻസ് ഓഫ് തീറ്റ ക്യാപ് ആയിരിക്കും ബാക്കി അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ എല്ലാം വേരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുത്. വേരിയൻസ് ഓഫ് തീറ്റ ക്യാപ് ഈസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എനി അതർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ദെൻ തീറ്റ ക്യാപ് ഈസ് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, അതിനെ MVU എന്ന് പറയും, മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. പേര് പറയണ പോലെ തന്നെ മിനിമം വേരിയൻസ് ആയിട്ടുള്ള അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അപ്പൊ അത് അൺബയാസ്ഡ് ആയിരിക്കണം, മിനിമം വേരിയൻസ് 1. ഇനി മിനിമം വേരിയൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാക്കി അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ എല്ലാം തന്നെ വേരിയൻസ് എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഈ തീറ്റ ക്യാപ്പിന്റെ ആയിരിക്കും ഏറ്റവും വേരിയൻസ് കുറവ്, മിനിമം വേരിയൻസ്.
അതിനെയാണ് നമ്മൾ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈസി അല്ലേ ഡെഫിനിഷൻ? ഇനി ഒരു എക്സാമ്പിൾ ഉണ്ട്. എസ്റ്റിമേറ്റ് തീറ്റ ഇൻ ദി പോസോൺ ഡിസ്ട്രിബ്യൂഷൻ f of x lambda equal to തീറ്റ അല്ല, ഇവിടെ ലാംഡ ആയിരുന്നു, e raised to minus lambda lambda raised to x by x factorial. ഓക്കെ, ലാംഡ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഗിവൺ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് എക്സ് എടുത്തേക്കുന്നത്. അവിടുത്തെ PDF എന്ന് പറയുന്നത് e raised to minus lambda lambda raised to x by x factorial ആണ്. നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണുകയാണ്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് i equal to 1 to n e raised to minus lambda lambda raised to x by x factorial. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ e raised to minus lambda lambda raised to x1 by x1 factorial into e raised to minus lambda lambda raised to x2 by x2 factorial etc. n വരെ ഉണ്ട്. e raised to minus lambda lambda raised to xn divided by xn factorial. അപ്പൊ നോക്കുമ്പോൾ e raised to minus lambda കോമൺ ആണ്. അപ്പൊ e raised to minus lambda into e raised to minus lambda into etc. e raised to minus lambda അങ്ങനെ n ടൈംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e raised to x1 into e raised to x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to x1 plus x2 ആണ്. അപ്പൊ ഇതിനെ e raised to minus of lambda plus etc. എന്ന് അങ്ങനെ n ടൈംസ് വരും. അപ്പൊ e raised to minus n lambda എന്ന് വന്നു. ഇനി ഇവിടെ lambda raised to x1 into lambda raised to x2 etc. lambda raised to xn ഉണ്ട്. അത് ഇതുപോലെ തന്നെ lambda raised to x1 plus lambda raised to x2 plus etc. lambda raised to xn എന്ന് വരും. അതായത് lambda raised to x1 plus x2 plus etc. xn ആണ്. അതായത് lambda raised to summation xi. ഇനി താഴെ എന്താണ്? x1 factorial x2 factorial etc. xn factorial പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് xi factorial അതായത് e raised to minus n lambda lambda raised to summation xi divided by product of xi factorial. ഇനി നമ്മൾ log L കാണുകയാണ്. അപ്പൊ log of ഈ ഫംഗ്ഷൻ ഇനി log x by y എന്ന് പറയുന്ന രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. ഇത് x ഇത് y ആണെന്ന് വിചാരിക്കാം. log x by y എന്ന് പറയുന്നത് log x minus log y ആണ്. അപ്പൊ log of ഫസ്റ്റ് ന്യൂമറേറ്റർ മൈനസ് log of ഡിനോമിനേറ്റർ. ഇനി log ഇത് x y രൂപത്തിലാണ്. log x y എന്ന് പറയുന്നത് log x plus log y ആണ്. അപ്പൊ log e raised to minus n lambda plus log ഇത് മൈനസ് ഓഫ് ഇത്. ഇനി ലോഗും e raised ഉം ഒന്നിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അതായത് log e raised to x എന്ന് പറയുന്നത് x മാത്രമാണ്. ലോഗും ഈ എക്സ്പൊണൻഷ്യൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ മൈനസ് n lambda എന്ന് വരും. ഇനി log x raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n log x ആണ്. അതായത് പവറിലുള്ളത് പ്രൊഡക്റ്റ് ആയിട്ട് വരും. അപ്പൊ log lambda raised to summation xi എന്ന് പറയുമ്പോൾ summation xi into log lambda എന്ന് വരും മൈനസ്. ഇനി ഇത് പ്രൊഡക്റ്റ് ആണ്. അതായത് log x1 log of x1 into x2 into etc. അതെന്ന് പറയുന്നത് സമ്മ് വരും. log xy എന്ന് പറയുന്നത് log x plus log y ആണ്. അപ്പൊ ഇവിടെ log x1 plus log x2 plus etc. log xn വരും. അതായത് summation log xi ഇവിടെ ഫാക്ടോറിയൽ ആയതുകൊണ്ട് ഫാക്ടോറിയൽ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഇതുകളെല്ലാം സൈഡിൽ എഴുതിയിട്ടുണ്ട് ഫോം. ഇനി അതായത് log L എന്ന് പറയുന്നത് നമുക്ക് മൈനസ് n ലാംഡ പ്ലസ് സമ്മേഷൻ xi log ലാംഡ മൈനസ് സമ്മേഷൻ log xi ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ലാംഡ വെച്ചിട്ട് പാർഷ്യലി ഡിഫറൻസിയേഷൻ ചെയ്യാണ്. ഇവിടെ x ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഫുൾ ആയിട്ട് പറ്റില്ല, നമുക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. ലാംഡ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് n വരും. ഇവിടെ സമ്മേഷൻ xi log ചെയ്യുമ്പോൾ 1 ആണ്. log xന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ 1 ലാംഡ ആയതുകൊണ്ട് 1 ലാംഡ പ്ലസ് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇവിടെ ലാംഡയുടെ ടേം ഇല്ല, അതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക മൈനസ് n പ്ലസ് സമ്മേഷൻ xi ബൈ ലാംഡ. ഇനി ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ മൈനസ് n ലാംഡ പ്ലസ് സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ ലാംഡ. ഇനി സമ്മേഷൻ xi അതിന് നമുക്കറിയാം x ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ xi ബൈ n ആണ്. അപ്പൊ സമ്മേഷൻ xi എന്ന് പറയുന്നത് nx ബാർ ആണ്. അപ്പൊ അങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ n ബൈ ലാംഡ കോമൺ എടുത്തു. n കോമൺ എടുത്തു, മോളിൽ നിന്ന് ലാംഡ അടിയിലുണ്ട്. അപ്പൊ പോയിട്ട് ഇവിടെ x ബാർ മൈനസ് ലാംഡ എന്ന് വരും. ഓക്കെ, ഇങ്ങനെ കിട്ടി. അപ്പോ t equal to therefore t equal to x bar
with phi of theta lambda and a of theta എന്ന് പറയുന്നത് n by lambda ആണ്. ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്. x bar minus lambda into n by lambda. അപ്പൊ വേരിയൻസ് ഓഫ് t എന്ന് പറയുന്നത് phi dash of theta divided by a of theta ആണ്. അപ്പൊ വേരിയൻസ് ഓഫ് x bar എന്ന് പറയുന്നത് ഇവിടെ phi of theta എന്ന് പറയുന്നത് ലാംഡ ആണ്. അപ്പൊ ഡാഷ് എടുക്കുമ്പോൾ ഇവിടെ 1 വരും. അപ്പൊ 1 by a of theta എന്ന് പറയുന്നത് n by lambda. തിരിച്ചിടുമ്പോൾ ലാംഡ ബൈ n കിട്ടും. അപ്പൊ എക്സ് ബാർ എന്ന് പറയുന്നത് ഇതെന്തായിരുന്നു? മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ വിത്ത് വേരിയൻസ്. ഇതാണ് എക്സ് ബാർ ആണ് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അതിന്റെ വേരിയൻസ് ആണ് ലാംഡ ബൈ n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ മിനിമം വേരിയൻസ് കാണാനായിരുന്നു. അത് എത്രയാണെന്നായിരുന്നു ചോദ്യം. ലാംഡ എന്നാണ് ഇവർ പറഞ്ഞത്, പക്ഷെ ക്വസ്റ്റ്യൻ ശരിക്കും ഇതാണ് മിനിമം വേരിയൻസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എക്സ് ബാർ ആണ് എസ്റ്റിമേറ്റർ, അതിന്റെ വേരിയൻസ് ആണ് ലാംഡ ബൈ n. ഓക്കെ, ഇനി അടുത്തതാണ് ക്രാമർ-റയോ ഇൻഇക്വാലിറ്റി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ let x be a continuous random variable with probability density function f of x theta. x ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ ആണ്. PDF f of x theta ആണ്. L ആണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. t എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ഓഫ് സം ഫംഗ്ഷൻ ഓഫ് തീറ്റ. ടോ ഓഫ് തീറ്റ ആണ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ഇനി അല്ല, തീറ്റ സം ഫംഗ്ഷൻ ഓഫ് തീറ്റയുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ, അതായത് ടോ ഓഫ് തീറ്റയുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ടി. ഇനി ദെൻ വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് ടോ ഡാഷ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ദോ ലോഗ് എൽ ഡിവൈഡഡ് ബൈ ദോ തീറ്റ ഓൾ സ്ക്വയർ. അതായത് ടോ തീറ്റയുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ടി എന്നുണ്ടെങ്കിൽ അതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് greater than or equal to tau dash of theta whole square divided by expectation of log L-നെ തീറ്റ വച്ചിട്ട് പാർഷ്യലി ഡിഫറൻസിയേഷൻ ചെയ്യും, അതിന്റെ ഹോൾ സ്ക്വയർ, അതിന്റെ എക്സ്പെക്ടേഷൻ. ഇനി വേർ L എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, അതായത് പ്രൊഡക്റ്റ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി ഒരു റിസൾട്ട് ഉണ്ട്, എക്സ്പെക്ടേഷൻ ഓഫ് ദോ ലോഗ് എൽ ബൈ ദോ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ തീറ്റ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ മൈനസ് എന്നുള്ളത് മുകളിലേക്ക് വന്നിട്ട് വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടോ ഡാഷ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ ഓഫ് ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ തീറ്റ സ്ക്വയർ എന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്രാമർ-റയോ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് ടോ ഓഫ് തീറ്റ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ടി എന്നുണ്ടെങ്കിൽ അതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടോ ഡാഷ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ ഓഫ് ടോ സ്ക്വയർ ബൈ ദോ സ്ക്വയർ ബൈ ദോ തീറ്റ ഓഫ് ലോഗ് എൽ എക്സ്പെക്ടേഷൻ അതിന്റെ. ഇനി എക്സ്പ്രഷൻ ഇതിനെ നമ്മൾ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ഓൺ, ഇത് നമുക്ക് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ഓൺ തീറ്റ സപ്ലൈഡ് ബൈ ദി സാമ്പിൾ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഐ തീറ്റ എന്ന് പറയും. ഇതിന് നമ്മൾ ഐ തീറ്റ എന്നാണ് പറയാ. ഇത് നമുക്ക് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ നൽകും, അതുകൊണ്ട് ഇൻഫോർമേഷൻ ഐ ഓഫ് തീറ്റ എന്ന് പറയും. ഇനി ഇഫ് ടി ഈക്വൽ ടു തീറ്റ ദെൻ ടോ ഓഫ് തീറ്റ ഈക്വൽ ടു തീറ്റ ആൻഡ് ടോ ഡാഷ് ഓഫ് തീറ്റ ഈക്വൽ ടു 1. ടി എന്ന് പറയുന്നത് തീറ്റ തന്നെയാണെന്നുണ്ടെങ്കിൽ ടോ ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ തന്നെയായിരിക്കും. ആൻഡ് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അപ്പോ 1 ആയിരിക്കും എന്തെങ്കിലും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വേരിയൻസ് എന്ന് പറയുന്നത് ഈ ഇതിലിട്ട് കൊടുക്കുമ്പോൾ ഇത് 1 ആണല്ലോ, 1 ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ദോ സ്ക്വയർ ലോഗ് എൽ ബൈ ദോ തീറ്റ സ്ക്വയർ എന്ന് വരും. ഇവിടെ മൈനസ് ഉണ്ട്. ഓക്കെ, ടി ഈക്വൽ ടു തീറ്റ ആവുന്ന കേസാണ്. ഇത് നമുക്ക് അടുത്തൊരു ഡെഫിനിഷൻ ആണ് മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റ്. Let x be a continuous random variable with the probability density function f of x theta and let t be an unbiased estimator of some function tau of theta. x ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ x continuous random variable ആണ്.
അടുത്ത PDF f of x theta ആണ്. T എന്ന് പറയുന്നത് tau of theta എന്ന് പറഞ്ഞാൽ തീറ്റയുടെ ഒരു ഫംഗ്ഷന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. Then variance of T is called minimum variance bounded for estimation of tau of theta and the estimator attaining this bound for every theta in parameter space is known as minimum variance bounded estimator. അതായത് നേരത്തെ പറഞ്ഞ കേസ് തന്നെ അവിടെ നമ്മൾ വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ എഴുതിയല്ലോ. ആ വേരിയൻസിനെയാണ് നമ്മൾ മിനിമം വേരിയൻസ് ബൗണ്ടഡ് MVB എന്ന് വിളിക്കുന്നത്. ഇനി ആ ടി ഇനിയാണ് നമ്മൾ മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ. ഏതിനാണോ മിനിമം വേരിയൻസ് ഉള്ളത് അതിനെ അങ്ങനെ വിളിക്കണം, എസ്റ്റിമേറ്റർ എന്ന് വിളിക്കണം. An estimator T is called uniformly minimum variance unbiased estimator. ഇത് മിനിമം വേരിയൻസ് ആണ്. ഇനി യൂണിഫോമിലി മിനിമം വേരിയൻസ് അങ്ങനെയാവണമെന്നുണ്ടെങ്കിൽ സൈ ഓഫ് തീറ്റ ആണ്. അവിടെ ടോ ഓഫ് തീറ്റ അല്ല, വേറൊരു ഫംഗ്ഷൻ ആണ് സൈ ഓഫ് തീറ്റ. അത് ഇഫ് ടി ഡാഷ് ഈസ് അൺബയാസ്ഡ് ഫോർ സൈ ഓഫ് തീറ്റ ആൻഡ് ഫോർ എനി അതർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ടി ഡാഷ് വി പ്രിഫർ ടി ഡാഷ് ടു ടി. അതായത് യൂണിഫോമിലി ഇതാവണമെന്നുണ്ടെങ്കിൽ ടി ഡാഷ്, നമ്മൾ ടി ആണല്ലോ പറഞ്ഞത്, അതിന്റെ ഡെറിവേറ്റീവ് ടി ഡാഷും സൈ ഓഫ് തീറ്റയുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവണം. അതാണ് കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മള് ഒരു എക്സാമ്പിൾ ആണ് ക്രാമർ റേയോ ലോവർ ബൗണ്ട്. അത് പറഞ്ഞല്ലോ, ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ വേരിയൻസ് വെച്ചിട്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ലെറ്റ് x1 x2 extra xn be a random sample from normal population with unknown mean mu non variant sigma square. നോർമൽ പോപ്പുലേഷൻ ആണ്, അവിടെ അൺനോൺ മീൻ മ്യൂ ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. ഫൈൻഡ് ക്രാമർ റേയോ ലോവർ ബൗണ്ട് ഫോർ മ്യൂ. ഓക്കെ, അപ്പോ നമ്മള് ഈ നോർമൽ പോപ്പുലേഷൻ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയണം. അതായത് വെറുതെ ഇതേ തന്നിട്ടുണ്ടാവുള്ളൂ, ഇതറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/σ√2π e⁻⁻1/2 x - mu by sigma all square ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഇനി ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ദിസ് എന്ന് പറയുന്നത് ഇത് തന്നെ 1/σ√2π അങ്ങനെ കോമൺ വരും. അപ്പൊ അത് n ടൈംസ് ഉണ്ടല്ലോ, അപ്പൊ പവർ n e⁻1/2 സിഗ്മ സ്ക്വയർ കോമൺ എടുത്തു. പിന്നെ ഇത് എക്സ്പെക്ടേഷൻ e⁻2ന്റെ ഇതാണല്ലോ, അപ്പൊ സമ്മേഷൻ ആണ് വരിക. സമ്മേഷൻ xi - mu all square. ലോഗ് എടുക്കണു, ലോഗ് എടുക്കുമ്പോ പ്രൊഡക്റ്റ് രൂപത്തിലാണല്ലോ, അപ്പൊ പ്ലസ് വരും. ലോഗ് ഓഫ് ഈ ഫംഗ്ഷൻ ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് e⁻2 ലോഗും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഈ ഫംഗ്ഷൻ മുകളിലത്തെ ഫംഗ്ഷൻ മാത്രമേ വരുള്ളൂ. 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ ദിസ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് എന്ന് എഴുതിയാൽ മതി, മൈനസ് ഈ ഫംഗ്ഷൻ. ഇനി നമ്മള് ഇവിടെ മ്യൂ ആണ് ഫംഗ്ഷൻ, മ്യൂ വെച്ചിട്ട് നമ്മൾ പാർഷ്യലി ഡിഫറൻസിയേഷൻ ചെയ്യാണ്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ്, മ്യൂ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് 0 ആണ്. മൈനസ് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/2 സിഗ്മ സ്ക്വയർ, ഇതിനെ ചെയ്യുമ്പോൾ 2 ഇൻറ്റു സമ്മേഷൻ xi - mu എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് പോയി, മൈനസ് 1/σ സ്ക്വയർ സമ്മേഷൻ xi - mu എന്ന് വന്നു. ഇനി ഇതിന്റെ സ്ക്വയർ കാണാണ്, സ്ക്വയർ കാണുമ്പോൾ 1/σ⁴ സമ്മേഷൻ xi - mu all സ്ക്വയർ. ഇനി ഇതിന്റെ എക്സ്പെക്ടേഷൻ എടുക്കാണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ 1/σ² പുറത്തെടുത്തിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് ദിസ്. ഇനി അപ്പൊ ഇത് നമുക്ക് സമ്മേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് x1 - mu all square plus x2 - mu all square plus etc. ഇതെല്ലാം സെയിം ആണ്, അതായത് ഇതും എല്ലാം സെയിം ആണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഒരു x1 അല്ല xi എന്ന് ഇടാം. അപ്പൊ xi - mu all square plus expectation of xi - mu all square plus etc എന്ന് പറയുമ്പോൾ n ടൈംസ് ഉണ്ട്. അപ്പൊ ഇത് n/σ⁴ e of xi - mu all square എന്ന് വരും. ഇനി ഇതെന്ന് പറയുന്നത് വേരിയൻസ് ആണ്, കാരണം വേരിയൻസ് എന്ന് പറയുന്നത് e of xi minus e of xi all square ആണ്. e of xi ആണ് ഇവിടെ mu, അതായത് xi minus mu all square എക്സ്പെക്ടേഷൻ, അതാണ് വേരിയൻസ്. അപ്പൊ വേരിയൻസ് കൊടുത്തു. ഇവിടെ വേരിയൻസ് നമുക്ക് അറിയാം, നോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, സിഗ്മ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സിഗ്മ സ്ക്വയർ കൊടുത്തു.
അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയി n/σ² എന്ന് വന്നു. ഓൾസോ ഇവിടെ ടോ ഓഫ് മ്യൂ എന്ന് പറയുന്നത് മ്യൂ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫംഗ്ഷൻ മ്യൂ തന്നെയാണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോവർ ബൗണ്ട് ഫോർ മ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മ്യൂവിന്റെ ഫംഗ്ഷൻ ഒന്നുമല്ല, മ്യൂവിന് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അവിടുത്തെ ഫംഗ്ഷൻ നമ്മൾ ആ നോട്ട് പറഞ്ഞപ്പോ രണ്ടാമത്തെ നോട്ടാണ്, അവിടുത്തെ ഫംഗ്ഷൻ മ്യൂ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 വരും. അപ്പൊ ലോവർ ബൗണ്ട് എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? വേരിയൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/എക്സ്പെക്ടേഷൻ, ഇതിന്റെ സ്ക്വയർ മൈനസ്. അപ്പൊ ഇവിടെ 1 ആണ്. അപ്പൊ 1/n/σ² എന്ന് വരും. അപ്പൊ നമുക്ക് തിരിച്ചിടുമ്പോ σ²/n എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് അവിടുത്തെ ടോ ആണ് ഇവിടുത്തെ MVB, എസ്റ്റിമേറ്റർ, മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ടോ ആണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ചെയ്തത്. നമ്മൾ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതായത് നമുക്ക് ആ ഇക്വേഷൻ കാണണം. അപ്പൊ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടു, ലോഗ് എടുത്തു, അതിനെ മ്യൂ വെച്ചിട്ടാണ് പാർഷ്യലി ഡിഫറൻസിയേഷൻ ചെയ്തു, സ്ക്വയർ എടുത്തു, എക്സ്പെക്ടേഷൻ കണ്ടു. ഇവിടെ എന്ന് പറയുന്നത് മ്യൂവിന്റെ തന്നെയായിരുന്നു ഫംഗ്ഷൻ. അപ്പൊ ലാംഡ എന്ന് പറയുന്നത്, ലാംഡ അല്ല സോറി, ടോ ഡാഷ് എന്ന് പറയുന്നത് 1 വന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, 1/n/σ² വരും. അതായത് അപ്പൊ σ²/n ആണ് ഇവിടുത്തെ ബൗണ്ട് എന്ന് പറയുന്നത്, ക്രാമറയോ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് ലോഗ് എടുത്ത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ഒക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.